ഏതൊരു കാര്യവും മംഗളമാകാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അനിവാര്യമാണ്. മാത്രമല്ല, അങ്ങനെ തുടങ്ങുന്ന കർമ്മങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും മകനും എല്ലാ ഭൂതഗണങ്ങളുടെയും നായകനുമായ ഗണപതി ഭഗവാന്റെ അവതാര ദിനമായ ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ഇത്തവണ ഓഗസ്റ്റ് 27 ബുധനാഴ്ചയാണ്. ഈ പുണ്യ ദിവസത്തെ ഗണേശ പൂജ ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളും അകറ്റാനും വിവേചന ശക്തിയും ആത്മബോധവും വർദ്ധിക്കാനും ഉപകരിക്കും. ചിങ്ങത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന 4ാമത്തെ ദിവസമാണ് വിനായക ചതുർത്ഥി, അഥവാ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി ആചരിക്കുന്നത്. ഈ ദിവസം ചെയ്യുന്ന ഗണപതി പ്രീതികരമായ ഏതൊരു കർമ്മത്തിനും ഏറെ ഫലസിദ്ധി ലഭിക്കും. ക്ഷേത്ര ദർശനം, വഴിപാടുകൾ, മന്ത്രജപം എന്നിവയ്ക്കെല്ലാം ഏറ്റവും ഉത്തമമായാണ് ഈ ദിനം കണക്കാക്കപ്പെടുന്നത്. ഗണേശോപാസനകൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന സുപ്രധാന ദിവസങ്ങളിൽ ഒന്നാണിത്. അന്ന് കഴിയാവുന്നത്ര തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കണം. ഗൃഹത്തിലോ ക്ഷേത്രത്തിലോ വിനായക ചതുർത്ഥിക്ക് ഗണപതി ഹോമം നടത്തണം. ഗൃഹത്തിൽ ഇത് നടത്താൻ കഴിയാത്തവർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഗണപതി ഹോമത്തിൽ പങ്കെടുത്താലും മതി. 1, 8, 36, 108, 336, 1008 തുടങ്ങി യഥാശക്തി നാളികേരം ഹോമത്തിന് ഉപയോഗിക്കാം. മനുഷ്യരുടെ മാത്രമല്ല ദേവന്മാരുടെയും പ്രഥമ പൂജ്യനാണ് വിനായകൻ. തിരു അവതാര ദിവസം മാത്രമല്ല, പ്രഥമ പൂജയ്ക്ക് അർഹനായി ശിവഭഗവാൻ ഗണപതിയെ അംഗീകരിച്ച ദിവസമാണ് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥി വ്രതം എടുക്കുന്നത് ശ്രേഷ്ഠമാണ്. യഥാവിധി വ്രതം നോറ്റാൽ ഫലപ്രാപ്തി കൂടും. അഭീഷ്ടസിദ്ധി, മംഗല്യഭാഗ്യം, ദാമ്പത്യസുഖം, അഭിവൃദ്ധി, സന്താന സൗഭാഗ്യം, രോഗനിവാരണം, വിദ്യാഭിവൃദ്ധി തുടങ്ങി എല്ലാ ഗുണാനുഭവങ്ങളും അതിവേഗം ലഭിക്കും. ചതുർത്ഥിയുടെ തലേ ദിവസം മുതൽ വ്രതമെടുക്കണം. വിനായക ചതുർത്ഥിയുടെ 3 ദിവസം മുൻപ് മുതൽ വ്രതനിഷ്ഠ പാലിക്കുന്ന ആചാരവും നിലവിലുണ്ട്. മത്സ്യമാംസാദി ഒഴിവാക്കണം. ബ്രഹ്മചര്യം പാലിക്കണം. ചതുർത്ഥി ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഗണപതി പ്രധാന ദേവതയായ ക്ഷേത്രത്തിലോ ഗണപതി ഉപദേവതയായ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കണം. ഗണപതി ഹോമത്തിൽ പങ്കുചേരണം. വീട്ടിൽ മടങ്ങിയെത്തി ഗണേശ പുരാണമോ കീർത്തനങ്ങളോ കഴിയുന്നത്ര ജപിക്കണം. വൈകിട്ട് വീണ്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ്. ചതുർത്ഥിയുടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഈ വ്രതം നോറ്റാൽ അടുത്ത വിനായക ചതുർത്ഥി വരെ ഒരു വർഷക്കാലം ഗണേശപ്രീതിയിലൂടെ എല്ലാ വിഘ്നങ്ങളും നീങ്ങി അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചതുർത്ഥി ദിനത്തിൽ മോദകം, ഉണ്ണിയപ്പം, എള്ളുണ്ട, ലഡു എന്നിവ നിവേദിച്ചാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യ വർധനവിന് ഉത്തമമാണ്. മുക്കൂറ്റി, കറുക എന്നിവയാൽ മാല ചാർത്തുക, അർച്ചന നടത്തുക തുടങ്ങിയവ ഉത്തിഷ്ട കാര്യസിദ്ധിക്ക് നല്ലതാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നാണ്. ഇതിന് പിന്നിലുള്ള കഥ ഇതാണ്. ഒരിക്കൽ ചതുർത്ഥി തിഥിയിൽ ഗണപതി ഭഗവാൻ ആനന്ദ നൃത്തം നടത്തിയപ്പോൾ പരിഹാസത്തോടെ ചന്ദ്രൻ ചിരിച്ചു. ഗണപതി കുടവയറും താങ്ങി നൃത്തമാടുന്നത് കണ്ടാണ് ചന്ദ്രൻ പരിഹസിച്ചത്. ഇതിൽ കുപിതനായ ഗണപതി ചന്ദ്രനോട് ക്ഷമിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഈ ദിവസം ചന്ദ്രനെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിക്കുകയും ചെയ്തു. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാവും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു. നാളത്തെ പ്രധാന വഴിപാടുകൾ കറുക പുഷ്പാഞ്ജലിയാണ്. കറുക പുഷ്പാഞ്ജലി വിഘ്ന നിവാരണത്തിന് വളരെ നല്ലതാണ്. മുക്കൂറ്റി പുഷ്പാഞ്ജലി കാര്യലാഭത്തിനും, അഷ്ടോത്തരാർച്ചന മനഃശാന്തിക്കും, ഗണേശ സൂക്താർച്ചന ദാരിദ്ര്യശാന്തി, സഹസ്രനാമാർച്ചന ഐശ്വര്യം ലഭിക്കാൻ, കറുകമാല പാപശമനം രോഗശാന്തി, മുക്കൂറ്റിമാല ആരോഗ്യത്തിന്, നാരങ്ങാമാല ദൃഷ്ടിദോഷ പരിഹാരത്തിന്, ഉണ്ണിയപ്പ നിവേദ്യം സുഖസമൃദ്ധിക്ക്, പൂമൂടൽ ശാരീരിക മാനസിക സുഖത്തിന്, എള്ളുണ്ട നിവേദ്യം ഭാഗ്യം തെളിയാൻ, ലഡു നിവേദ്യം ധനാഭിവൃദ്ധിക്ക്, ചെമ്പരത്തിമാല ശത്രുദോഷ നിവാരണത്തിന്, നെൽപ്പറ ധനം നിലനിൽക്കാൻ, താമരമാല ധനം വരുന്നതിന്, പാലഭിഷേകം മാനസിക വിഷമം മാറാൻ. പ്രധാന മന്ത്രങ്ങൾ ഓം ഗം ഗണപതേ നമ. ഇത് മൂലമന്ത്രമാണ്. എല്ലാ വിഘ്നങ്ങളും അകറ്റും.